السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും കൂടി പാലിനെ പറ്റിയാണ്. പാലിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ്. അല്ലാഹു തആല ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളിലായിട്ട് പാലിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ബുഖാരി ഷരീഫിൽ പല ഹദീസുകളും പാലിനെ പറ്റിയുണ്ട്. അബൂദാവൂദ്, ഇബ്നു മാജ, തിർമിദി, നസായി ഇങ്ങനെയുള്ള കിതാബുകളിലും ഹദീസുകൾ ഉണ്ട് പാലിനെ പറ്റി. കൻസുൽ ഉമ്മാൽ, തബ്രാനി ഇങ്ങനെ തുടങ്ങി ഹദീസിൻ്റെ കിതാബുകളിൽ പാലിനെ പറ്റി ഹദീസുകൾ ധാരാളം കാണുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം പാല് ഒരു വളരെ പ്രധാനമായ ഒരു വസ്തുവാണ് എന്നാണ്. അത് മുഖേന നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട് എന്നാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തആല പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് ശാസ്ത്രലോകം അവരുടെ ഗവേഷണങ്ങളിലെ പാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലിനെ പറ്റി അവർ ധാരാളം ഗവേഷണം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ അതിപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളുടെ ശാസ്ത്രജ്ഞർ, ഗവേഷകർ പാലിനെപ്പറ്റി ധാരാളം ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒരു ശാസ്ത്രീയ പഠനത്തിൽ പറയുന്നത് അവർ കണ്ടെത്തിയത് 2 കപ്പ് പാല് ദൈനംദിനം എല്ലാ ദിവസവും കുടിച്ചാൽ അവനിക്ക് ആൽസിമേഴ്സിൻ്റെ രോഗം വരികയില്ല. അതിനത് തടയും. പ്രായം കൂടുമ്പോഴേക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആൽസിമേഴ്സ്. നമ്മുടെ ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ രക്തം പ്രവഹിക്കുന്ന ഞരമ്പുകൾ പ്രവർത്തനരഹിതമാവുക, രക്തം ചലിക്കാതിരിക്കുക. പിന്നെ ഈ ആൽസിമേഴ്സിൻ്റെ രോഗം വന്നാൽ പിന്നെ യാതൊരു കാര്യവും നമുക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല. അത്തരം രോഗങ്ങളെ ഇത് തടയുന്നുണ്ട്. ദൈനംദിനം 2 കപ്പ് പാല് കുടിക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്, അവരുടെ വലിയ പഠനത്തിൽ പാല് ഒരു അതിപ്രധാനമായ വൈറ്റമിൻ ഉള്ള ഒരു സാധനമാണ്. അതായത് വൈറ്റമിൻ B12. അത് നമ്മുടെ തലച്ചോറിന് ഉണ്ടാകുന്ന ഡാമേജുകളെ, ആ ഞരമ്പിനുണ്ടാകുന്ന ഡാമേജുകളെ അത് കുറക്കും. അങ്ങനെ ഡാമേജ് ഉണ്ടായാൽ പിന്നെ ഓർമ്മ ഉണ്ടാവുകയില്ല, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകും. ശാസ്ത്രജ്ഞർ പറയുന്നത് B12, വൈറ്റമിൻ B12 അത് ഒരാളുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ അവൻ്റെ ബ്രെയിന് ചിലപ്പോൾ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. 2 ഇരട്ടി ചുരുങ്ങും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അതായത് ഈ B12 വൈറ്റമിൻ ചിലരുടെ ശരീരത്തിൽ ധാരാളമുണ്ട്. അവരെ അപേക്ഷിച്ച് 2 ഇരട്ടി ഇത് ചുരുങ്ങും. കാരണം ഇവരുടെ ശരീരത്തിൽ B12ൻ്റെ കുറവുണ്ട്. പാലിൽ ധാരാളം B12 ഉള്ളത് കൊണ്ട് പാല് കുടിച്ചാൽ അത്തരം ബ്രെയിനിന് തകരാറുകൾ ഉണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ എക്സ്പേർട്സ്, അതിവിദഗ്ധരായ ഗവേഷകർ, ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഓർമ്മക്കുറവ് അതിനെ ഒരു നിയന്ത്രണത്തിൽ നിർത്തുന്നു ഈ B12 വൈറ്റമിൻ. അതായത് പാലില അത് കൂടുതലുള്ള അത് കഴിച്ചാൽ നമ്മുടെ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്.
അതാ ഒരു വലിയ ഗവേഷകൻ, വലിയ ശാസ്ത്രജ്ഞൻ, ഡോക്ടർ പ്രൊഫസർ ഡേവിഡ് സ്മിത്ത്, അദ്ദേഹം പറയുന്നു, ഡെയിലി എല്ലാ ദിവസവും 2 കപ്പ് പാല് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ്റെ അളവ് കൂടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞര് കണ്ടെത്തിയത് ഈ വൈറ്റമിൻ B12 അത് നമ്മുടെ സുരക്ഷയ്ക്ക് അത് ഒരു അത്യാവശ്യമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ബ്രെയിനിൻ്റെ ഞരമ്പുകളുടെ സെൽസുകൾ, ബ്രെയിനിൻ്റെ നെർവ് സെൽസുകൾക്കും അത് അത്യാവശ്യമാണ് B12. ഈ B12 വൈറ്റമിൻ ഇല്ലാത്ത പക്ഷം നമ്മുടെ ബ്രെയിന്, തലച്ചോറ് അതിൻ്റെ തനതായ രൂപത്തിൽ പ്രവർത്തിക്കണം എന്നില്ല, പ്രവർത്തിക്കൂല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തനം രാഹിത്യം കൊണ്ട്, പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് അവിടെ പലതും സംഭവിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മെഡിക്കൽ പുതിയ പഠനത്തിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരാണ് ഈ പഠനം നടത്തിയത്. അവർ പറയുന്നു, ഡെയിലി എല്ലാ ദിവസം പകുതി ലിറ്റർ പാല് കുടിക്കുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ രോഗത്തെ അത് തടയും, ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ അത് സംരക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാർഡിഫ് ബോയിൽസ് യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് പാല് കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോ ഇത് കഴിക്കുന്നത് കൊണ്ട് മെറ്റബോളിക് സിൻഡ്രം, അതായത് ഈ പ്രമേഹ രോഗം, മധുരത്തിൻ്റെ രോഗങ്ങൾ, ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഇവയൊക്കെ തടയും എന്നാണ് അവർ പറയുന്നത്. പാല് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുമ്പോഴേക്ക് എന്തെങ്കിലും കൃത്രിമമായ ആർട്ടിഫിഷ്യലായ പാലല്ല, അല്ലെങ്കിൽ കെമിക്കൽ ചേർത്ത പാലല്ല, ശുദ്ധമായ പാലാണ് ഇവിടെ ഉദ്ദേശം. നാം എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്ത് ഫ്രൂട്ട്സിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴേക്ക് അത് ശുദ്ധമായ കാര്യത്തെപ്പറ്റി മാത്രമാണ് എന്നല്ലാതെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കെമിക്കൽ ചേർത്തതിൽ നമുക്കൊരിക്കലും ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞത് അവിടെ ലബനൻ ഖാലിസൻ എന്നാണ്, ശുദ്ധമായ പാല് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെയുള്ള കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല, കെമിക്കൽ ചേർത്തതല്ല എന്നാണ്. പിന്നെ വലിയ പഠനം, ഏകദേശം 20 വർഷം കൊണ്ട് നീണ്ടു നിന്ന 20 വർഷം കൊണ്ട് അവർ പൂർത്തീകരിച്ച ശാസ്ത്രജ്ഞർ പഠനം, അതിലവർ 2375 പേരെ ചേർത്തിട്ടുണ്ട് പഠനത്തിനായിട്ട്. അവരല്ല പഠനം നടത്തിയത്. അവരാണെങ്കിൽ, ഈ ജനങ്ങളാണെങ്കിൽ 45-ന്റെയും 59-ന്റെയും വയസ്സിൻ്റെ ഇടയിലുള്ളവരാണ്. അവരിൽ നടത്തിയ ഈ പഠനത്തിൽ അവർ കണ്ടെത്തിയത്, അതായത് പാലുൽപ്പന്നങ്ങളോ, ഇപ്പം ചീസും പലതും ഉണ്ടാക്കുന്നല്ലോ പാലുകൊണ്ട്, ശുദ്ധമായ പാലുകൊണ്ട്, അത് ഇങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട്, ഇപ്പം ഞാൻ പല ജാതി രോഗങ്ങൾ പറഞ്ഞു, പ്രമേഹ രോഗം, മധുരത്തിൻ്റെ രോഗം, ഹാർട്ടിൻ്റെ രോഗങ്ങൾ, ഇങ്ങനെ പലതും പറഞ്ഞല്ലോ. അങ്ങനെയുള്ള രോഗങ്ങളെ 50% കുറക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം ചുരുക്കത്തിൽ ഈ പാലിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്, പക്ഷേ അത് ശുദ്ധമായ പാലായിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും രോഗങ്ങളുള്ളവർ, നിങ്ങൾക്ക് കഫക്കെട്ട്, കഫത്തിൻ്റെ രോഗങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ ഒന്ന് സമീപിച്ച് ചോദിച്ച് വേണം അത് കഴിക്കാൻ. ഒരു സാധനത്തിൻ്റെ ബെനിഫിറ്റ്സ് പറയുമ്പോഴേക്ക് അത് ലോകത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് അർത്ഥമില്ല. അതേപോലെ തന്നെ വേറെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇത് കഴിക്കണം എന്നും അർത്ഥമില്ല. അതെന്താണ് രോഗം നിങ്ങൾക്കുള്ളത് എന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സിന് അറിയാം, നിങ്ങളെപ്പോഴും കാണിക്കുന്ന ഡോക്ടേഴ്സിന് അറിയാം. അവരുടെ അടുത്തൊന്ന് ചോദിച്ച് പിന്നീട് കഴിക്കണം. ഇത് പറ്റുമോ എന്ന് ചോദിച്ച് കഴിക്കലാണ് ഉത്തമം. ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ അത്യാവശ്യമായ സുഖസുന്ദരമായി നമുക്കിവിടെ ജീവിക്കാൻ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ ധാരാളം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫാർമക്കോളജിയും ഒക്കെ നിങ്ങൾ പഠിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാണ്ട് പഠിക്കാതെ നാം അത് ഉപയോഗിക്കുന്നത് അത്ര നന്നല്ല. അല്ലെങ്കിൽ പഠിച്ചവർ അതിനെപ്പറ്റി പറഞ്ഞിരിക്കണം, എന്നാൽ നമുക്ക് ഉപയോഗിക്കാം. ചുരുക്കത്തിൽ നാം പഠിക്കാൻ വേണ്ടി മുതിരണം. നമ്മുടെ ഈ വിവരമില്ലായ്മ എല്ലാവർക്കും അല്ല, പലർക്കും വിവരമില്ലായ്മയാണ് നമ്മെ ഇത്രയും അധോഗതിയിൽ ആഴ്ത്തുന്നത്. നമ്മുടെ സമ്പത്തുകളൊക്കെ ഇങ്ങനെ ഈ ഔഷധത്തിന് വേണ്ടി കൊയ്തു പോകുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ബലം, ശക്തി നഷ്ടപ്പെടുന്നത്. അപ്പോൾ നാം നമ്മുടെ ആരോഗ്യത്തിന് നന്നായി സൂക്ഷിക്കണം. അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനെപ്പറ്റി ധാരാളം പഠിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ പഠിക്കണം. കാരണം ആ വീട് ഭരിക്കുന്നവരവരാണ്. അവരുടെ മക്കളെയും ഭർത്താക്കളെയും ഒക്കെ നന്നായി സംരക്ഷിക്കുന്നവർ, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നവർ, എല്ലാം നോക്കുന്നവർ അവരാണ്. സ്ത്രീകൾ ആ വീട്ടിൻ്റെ അവർക്കുള്ള സ്ഥലങ്ങളുടെ തീർച്ചയായും രാജ്ഞികളാണ്. അവരുടെ കയ്യിലാണ് എല്ലാം. അവർ നന്നായി പഠിച്ച് അതുപോലെ പ്രവർത്തിച്ചോ അവരുടെ മക്കളും ഭർത്താവും അവരുടെ കുടുംബവും അവരുടെ സ്ഥലവും അവരുടെ വീടും എല്ലാം വളരെ നന്നായി അതിന് വേണ്ടി തുനിയണം. വിജ്ഞാനം കരഗതമാക്കാൻ വേണ്ടി തുനിയണം. എന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ കാര്യത്തിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.